ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വീട് പണി തുടങ്ങാൻ പോകാൻ ഓഫ് ക്യാമറ നരേന്ദ്ര എന്ത് ചെയ്തു. അതുകൊണ്ട് ഇതൊക്കെ വീട് പണിക്ക് ആവശ്യമുണ്ട്. നേരത്തെ ഞാൻ മൈൻഡ് ചെയ്താണ് ഒരു ക്രീപ്പറിനെ കൊല്ലാൻ വേണ്ടി. പിന്നെ ഒരു വാൻഡറിങ് ട്രേഡർ വന്നിട്ടുണ്ടായിരുന്നു, അവൻ്റെ സ്പ്രൂസ് ലോഗ് മേടിച്ചു. പിന്നെ കുറച്ച് ഇതുണ്ട്, കുക്കഡ് മട്ടൻ എല്ലാം ഇപ്പോൾ സെറ്റാണ്. 2 അയണുണ്ട്, ഒരു ബക്കറ്റ് ഉണ്ടാക്കി. പിന്നെ മെയിനായിട്ട് ഇവിടെ സ്റ്റോൺ ബ്രിക്സ് സ്റ്റെയർ വെച്ചു, ഇവിടെയും കൂടി വെച്ചു. അപ്പോൾ നമുക്ക് അധികമൊന്നും പറയാണ്ട് നമ്മുടെ വീഡിയോയിലത്തെ പണിയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ 2 എണ്ണം ഈ ഹോൾസ് ഈ ഫുഡ് ഇത് എല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് എല്ലാ റിസോഴ്സസും മാക്സിമം ഫിറ്റാവുന്ന അത്ര എടുക്കുക. കയ്യിലേക്ക് ഇത്രയും എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് നമ്മുടെ വീട് പണി ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നോക്കാം. കുറച്ച് ഏരിയ ക്ലിയർ ചെയ്യണം. അപ്പം ഞാൻ ക്ലിയർ ചെയ്തിട്ട് വരാം ഗൈസ്. സോ ഗൈസ്, അതുകൊണ്ട് ഞാൻ ഏരിയ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇത്ര ഏരിയ ക്ലിയർ ചെയ്തു. ഇപ്പം ഏകദേശം നല്ല സ്ഥലമുണ്ട് ഇവിടെ. ഇനി ഇവിടെ നമുക്ക് വീട് പണി തുടങ്ങിയേക്കാം. ആദ്യം തന്നെ നമുക്ക് ബേസിന് വേണ്ടത്, നമുക്ക് ബേസിൻ്റെ ഒരു ഫ്രെയിമില്ല, അതിന് 4 ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരെണ്ണം വെക്കണം. ഇങ്ങനെ അത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കൂട്ടി വയ്ക്കണം. ടാക്സ് വെച്ച് ഇത് കമ്പിട്ടിക്കുക. വെച്ചാണ്. എന്നിട്ട് അതുകൊണ്ട് ഇവിടെ നമ്മൾ ഓക്ക് സ്റ്റെയർസ് ഇങ്ങനെ വെക്കുക. ഓക്ക് സ്റ്റെയർസ് ഇങ്ങനെ വെക്കുക. നമ്മൾ ഇച്ചിരി വലുതായിട്ടാണ് ബേസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഏകദേശം കൊണ്ട് ഇത്രയും നമ്മൾ ഇങ്ങനെ മൈൻഡ് ചെയ്യണം. നമ്മൾ നിറയെ മൈൻഡ് ചെയ്യണം. അതുകൊണ്ട് ഇങ്ങനെ മൈൻഡ് ചെയ്തിട്ട് എന്നിട്ട് ഇവിടെ ഇങ്ങനെ എന്നിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് 2 എണ്ണം ഇവിടെ വെച്ചിട്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഓക്ക് പ്ലാങ്ക് ഒരു സ്റ്റാക്കിനാണ് ഉണ്ടാക്കിയത്. 16 ഞാൻ കുറച്ച് ഒരു 2 സ്റ്റാക്ക് കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചും കൂടി കളക്ട് ചെയ്തിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ ലേറ്റായി ആയിട്ടെ. ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മൊത്തം നമ്മൾ കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ ഇതുവരെ കളിച്ചിട്ടുള്ള ലെറ്റ്സ് പ്ലേയിലൊക്കെ കളിച്ചിട്ടുള്ള സീരീസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ കൈനെ ഡിലീറ്റ് ആയി പോയ വേൾഡിൻ്റെ ലെറ്റ്സ് പ്ലേ. അത് നിങ്ങൾ കാണണം. അത് കുറച്ച് നല്ലതാണ്. ആ വേൾഡാണ് നല്ലത്. അതിൽ ഞാൻ കുട്ടി പൈസ ഉണ്ടാക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോ കാണാത്തവർ കാണുക. എൻ്റെ ചാനലിൽ കിടപ്പുണ്ടാവും. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു പകുതി ഫ്രെയിമെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ മതി. നമ്മൾ കൊണ്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഗ്ലാസ് പാന് വെക്കണം. ഗ്ലാസ് പെയിന്. അതുകൊണ്ട് ഇതാണ് ഗ്ലാസ് പെയിൻ. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇതാണെങ്കിൽ കുറച്ച് കാണാൻ കൊള്ളാം. ഇങ്ങനെ വെച്ചാൽ കൊള്ളാൻ കാണാൻ. ഇങ്ങനെ വെച്ചാൽ കുറച്ച് പൊളിയാണ്. എന്നിട്ട് ഇതുകൊണ്ട് നമ്മൾ ഇത് മൈൻഡ് ചെയ്യണം. എന്നിട്ട് ഇതുകൊണ്ട് നമ്മൾ ഏകദേശം ഇവിടെ നിന്ന് ഇങ്ങനെ 3 ബ്ലോക്ക് 3 അല്ല 4 ബ്ലോക്ക് ആക്കണം. എന്നിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ
എന്നിട്ട് നമ്മൾ ഇങ്ങനെ മൈൻ ചെയ്യുക. പിന്നെ ഇവിടെ സ്റ്റോൺ ബ്രിക്ക് ഇങ്ങനെ വെക്കുക. ഇവിടെ ഇവിടെയും നമ്മൾ ഗ്ലാസ് വെക്കുന്നത്. എന്നിട്ട് ഇതുകൊണ്ട് ഇവിടെ ഞാൻ ഒരു ബ്ലോക്കും കൂടി കുടിക്കണമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ അറിയാതെ 2 ബ്ലോക്കാക്കി. സീനില്ല, ഞാൻ എന്തുകൊണ്ട് അത് മൈൻ ചെയ്തേക്കാം. കൈ കൊണ്ട് തന്നെ മൈൻ ചെയ്യാം. അതുകൊണ്ട് ഞാൻ അയൺ ശവല ഉണ്ടാക്കിയത്, കാരണം 2 അയൺ ഉണ്ടല്ലോ. വെറുതെ ഇനി പിന്നെ ഇതോടിഞ്ഞാൽ എനിക്ക് ഇനി ഒരു അയൺ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരെണ്ണവും കൂടി ഉണ്ടാക്കാം. ചെറിയ ജലദോഷവും കാര്യമുണ്ട്, അതുകൊണ്ട് ജലദോഷം പെട്ടെന്ന് തന്നെ മാറുമായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇവിടെയും ഒരു ഓക്കിൻ്റെ ഞാൻ മുമ്പേ ഉണ്ടാക്കിയ പോലത്തെ വിൻഡോ വേണം. ഇങ്ങനെ ഇത് മൈൻ ചെയ്തിട്ട് ഇവിടെ ഇന്നത്തെ വീഡിയോ ഷോർട്ടാക്കണം. നമ്മൾ ഏകദേശം ഇച്ചിരി ആകെ 2-3 എപ്പിസോഡിൻ്റെ ഉള്ളിൽ നമ്മുടെ വീട് പണി കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾ നോക്കിക്കോ. നമുക്ക് ഇതുകൊണ്ടേ ഈ 2 ബ്ലോക്കിൽ വേണം നമ്മുടെ ഇത് നിൽക്കാൻ. അതുകൊണ്ട് ഇവിടെയും എൻട്രൻസ് വരും. ഇവിടെ നമുക്ക് ചെറിയൊരു വിൻഡോ സെറ്റപ്പ് ചെയ്യാം. ഇവിടെ മാത്രം നമുക്ക് ഒരു സ്റ്റോൺ ബ്രിക്കിൻ്റെ സ്റ്റെയർസ് വെക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു റോക്ക് ലോഗ്, ഇവിടെ ഇങ്ങനെ, പിന്നെ ഇവിടെയും ഒരു ഗ്ലാസ് പേന വെക്കാൻ സ്ഥലമുള്ളൂ. സീനില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കാണാൻ. ചെറിയൊരു വിയേർഡ് ഷേപ്പൊക്കെ ഉണ്ട്, അത് സീനില്ല. നമുക്ക് ഇങ്ങനെയാണ് സ്റ്റോൺ ബ്രിക്കിൻ്റെ ആവശ്യം. ഞാൻ സ്റ്റോൺ ബ്രിക്ക് നിറയെ കളക്ട് ചെയ്തു, 2 സ്റ്റാക്ക്. ഇതൊക്കെ ഈ വീട് പണിക്ക് ധാരാളമായിരിക്കും ഗൈസ്. നല്ല ഈസി ആയിട്ടുള്ളൊരു കുട്ടി വീടല്ലേ ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി നമുക്ക് അത്രയ്ക്ക് റിസോഴ്സ് ഒന്നും വേണ്ട. അയ്യോ, ഇത് കുളമായെന്ന് തോന്നുന്നു. തൽക്കാലത്തിന് നമുക്ക് ഈ ഗ്ലാസ് പൊട്ടിച്ചെടുക്കേണ്ടി വരും. എൻ്റെ സ്റ്റോൺ ബ്രിക്കും ഇതും പൊട്ടിക്കണം. അതുകൊണ്ട് ഗൈസ് എൻ്റെ വീട് പണി ഏകദേശം ഞാൻ എന്തുകൊണ്ട് ഒരു ചെറിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് വേണ്ടേ അതൊന്ന് റീപ്ലേസ് ചെയ്യണം, ആ തെറ്റ്. ഇതുകൊണ്ട് അത് ഇങ്ങോട്ടേക്ക് ആക്കണമായിരുന്നു ബ്ലോഗ്. ഇത് മൈൻ ചെയ്യുക. എന്നിട്ട് ഇത് ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഇത് മൈൻ ചെയ്ത് മാറ്റുക. മൈൻ ചെയ്തില്ല ഗൈസ്. എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെയും കൂടി ഇതൊരെണ്ണം വെച്ചാൽ ഇപ്പോഴാണ് ശരിയായത് ഗൈസ്. എന്നിട്ട് നമ്മൾ കൊണ്ടേ ഇനി ഇവിടെ ഇതാണ് വെക്കേണ്ടത്. ഓക്കെ, ആരെങ്കിലും ഈ വീഡിയോ നോക്കി പണി ചെയ്യുന്നുണ്ടെങ്കിൽ ദയവേത് ശ്രദ്ധിച്ചുണ്ടാക്കാൻ നോക്കുക. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഒരു കുട്ടി വീടാണ്. മൈൻക്രാഫ്റ്റിൽ നമ്മൾ മാക്സിമം എത്രയും ചെറുതായി ബിൽഡാക്കുന്നോ അത്രയും പാടാണ് ബിൽഡ് ചെയ്യാൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കഴിഞ്ഞ സീരീസിൽ നല്ല ഈസി ആയിട്ടുള്ള തൽക്കാലത്തിന് ആവശ്യം ഉള്ള പോലത്തെ ഒരു വീടുണ്ടാക്കിയത്. ആവശ്യമുള്ള പോലത്തെ അല്ല, നല്ല കുഞ്ഞതായി പോയി. അതാണ് ഞാൻ എപ്പോഴും കുഞ്ഞു പൈസ ഉണ്ടാക്കാറ്. ആദ്യമായിട്ടാണ് കുറച്ച് വലിയത് ട്രൈ ചെയ്യുന്നത്. ഇത് പിന്നെയും കുഴപ്പമില്ല അതിനെപ്പോലെ. എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. ഇത് മൊത്തം മൈൻ ചെയ്തിട്ട് ഇവിടെയും ഈ സൈഡിൽ സ്റ്റോൺ ബ്രിക്സ് വെക്കാം. ഇവിടെയും സ്റ്റോൺ ബ്രിക്സ് വെച്ചേക്കാം. എന്നിട്ട് ഇത് റിപ്ലേസ് ചെയ്ത് സ്റ്റോൺ ബ്രിക്സ് ആക്കണം ഇവിടെയൊക്കെ. അത് മിസ്ക്ലിക്കായിപ്പോയി. ഞാൻ 2 പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രസത്തിന് വേണ്ടി. ഒരു രസത്തിന് കടക്കട്ടെ എന്ന് വിചാരിച്ച് എടുത്തതാണ്. അതുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇത് പിന്നെ ഇവിടെ ഇങ്ങനെയല്ല. അതുകൊണ്ട് അയ്യോ തെറ്റി.
നമ്മളിവിടെ അല്ല ഉണ്ടാക്കുന്നത് എന്തായാലും. അതുകൊണ്ട് എന്നിട്ട് എൻട്രൻസ് ആ സൈഡിൽ ഉണ്ടാക്കാം. ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്ന് വല്ലവർക്കും മനസ്സിലായെങ്കിൽ കമൻറ്റിൽ കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് ഇത് രണ്ടെണ്ണം റീപ്ലേസ് ചെയ്യാം. അയ്യോ രാത്രിയാന്ന് തോന്നുന്നു, പെട്ടെന്ന് കിടന്നുറങ്ങട്ടെ. തണ്ടർ സ്റ്റോം വല്ലതും ആണോ? സ്ലീപ്പിംഗ് ത്രൂ ദ നൈറ്റ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം പെട്ടെന്ന് തന്നെ. നമുക്ക് ഇതുകൊണ്ട് 10 മിനിറ്റായി. എനിക്ക് മഴയത്ത് വീടുണ്ടാക്കുന്ന ഒരിക്കലും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മൈൻക്രാഫ്റ്റിൽ ക്ലാസിക്കൽ വീടായിരുന്നു ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ മഴയത്ത് ഉണ്ടാക്കാറില്ല. ഞാൻ മഴയായാലും നൈറ്റായാലും നൈറ്റ് അങ്ങനത്തെ സമയങ്ങളിലൊന്നും ഞാൻ മൈൻക്രാഫ്റ്റ് ബേസ് ബിൽഡ് ചെയ്യാൻ ഇഷ്ടമല്ല. ഇതൊന്ന് മൈൻഡ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കയറി ഇത് കൊടുക്കണം. എന്നിട്ട് ഇത് മൈൻഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് മൈൻഡ് ചെയ്യാം. നമ്മളെ ആ സൈഡിൽ നോക്കിയിട്ടായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നമ്മുടെ ബേസിൻ്റെ ലേ ഔട്ട് ഇല്ല. ചെറിയൊരു ഭാഗം ഡണ്ണാണ്, ചെറിയൊരു ഭാഗം. എന്നിട്ട് നമ്മൾ ഇവിടെ സ്റ്റോൺ ബ്രിക്ക് ആക്കണ്ടേ. ഒരു ആക്സ് എടുത്തുകൊണ്ട് വരാം. എൻ്റെ കോബിൾ സ്റ്റോൺ ഇല്ല. നമുക്ക് തൽക്കാലത്തിന് നമ്മുടെ കയ്യിൽ ഇതുണ്ടല്ലോ. എവിടെ? ഞാൻ ഉണ്ടാക്കിയത് ആ ആക്സല്ല. നമുക്ക് വുഡൻ ആക്സ് എടുത്തേക്കാം തൽക്കാലത്തേക്ക്. അടുത്ത എപ്പിസോഡ് ഞാൻ മിക്കവാറും കുറച്ച് ഗ്രൈൻഡിങ് എപ്പിസോഡായിരിക്കും. അല്ല, അടുത്ത എപ്പിസോഡിലാണ് നമ്മുടെ വീട് മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് സ്ട്രിപ്പ് ചെയ്യണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സ്ട്രിപ്പ് ചെയ്താൽ കൊള്ളൂലെന്നാണ് തോന്നുന്നത്. അപ്പം ഞാൻ തൽക്കാലത്തിന് സ്ട്രിപ്പ് ചെയ്യുന്നില്ല. ഗൈസ്, ഇവിടെ ചെറിയൊരു തെറ്റ് വന്നോന്ന് ചെറിയൊരു സംശയമില്ലാതില്ല. നമുക്ക് തൽക്കാലത്തിന് ഇപ്പോൾ ഇങ്ങനെ വെച്ചേക്കാം. ചെറിയൊരു സംശയം ഇല്ലാതില്ല. അതുകൊണ്ട് ഇതും മൈൻ ചെയ്ത് മാറ്റിയിട്ട് ഇവിടെ 2 ഓക്ക് പ്ലാങ്ക് വെച്ചിട്ട് ഇപ്പോഴാണ് എല്ലാം സെറ്റായത്. നമുക്ക് കുറച്ചും കൂടി ഓക്ക് പ്ലാങ്ക് വേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ റീപ്ലേസ് ചെയ്യട്ടെ അത്. അതുകൊണ്ട് ഇത് ഗൈസ്, എനിക്ക് ഒരെണ്ണം കൂടി പ്ലാങ്ക് ആക്കണം. അതുകൊണ്ട് ഇനിയാണ് മോനെ നമ്മുടെ വീടിൻ്റെ മെയിൻ പണികൾ വരുന്നത്. ഞാൻ വീടിക്ക് സെക്കൻഡ് ഫ്ലോർ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ഡീറ്റെയിലൊക്കെ കൊടുക്കും എൻ്റെ വീഡിയോയിൽ. അതുകൊണ്ട് ഇങ്ങനെയും ചെയ്ത് ഒന്ന് മൈൻ ചെയ്യുക. അതുകൊണ്ട് ഇങ്ങനെ ഈ സൈഡിലും ഇങ്ങനെ. ഇവിടെ വിൻഡോസ് വേണ്ട, നമ്മളിവിടെ അടച്ചിടുമായിരിക്കും. പക്ഷേ നമ്മൾ ഓക്ക് ബ്ലോക്ക് നിറയെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയും കുറച്ചും കൂടി സ്റ്റോൺ ബ്രിക്സ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു ബ്ലോക്കായിരിക്കും ഡോർ വെക്കുന്നത്. അതാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെയല്ല, ഇത് മൈൻ ചെയ്യണം, ഇതും മൈൻ ചെയ്യണം. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ റെക്കോർഡിങ് എത്ര മിനിറ്റ്? 15 നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. അതുകൊണ്ട് ഗൈസ്, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഗൈസ് എൻ്റെ വീട്? നമുക്ക് ഇവിടെ കയറി വരുന്നവിടെ വിൻഡോസ് ചെയ്യണ്ട, സൈഡിൽ നിന്നൊക്കെ വീട് കണ്ടാൽ പോലെ വേണ്ട. തൽക്കാലത്തിന് ഇവിടെ ഒരു വിൻഡോ കിടക്കട്ടെ. ഞാൻ ചുമ്മാ അങ്ങനെ അത്രയ്ക്ക് എല്ലാ സൈഡും വിൻഡോ കിടക്കട്ടെ. അങ്ങനെയാണെങ്കിലേ കാണാൻ കൊള്ളത്തുള്ളൂ. എപ്പോഴും ഞാൻ മൈൻക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന വീട് മാക്സിമം കാണാൻ കൊള്ളുന്ന പോലെ ഉണ്ടാക്കുന്നത്. അല്ലാതെ കാണാൻ കൊള്ളാതെ പോലെ ഉണ്ടാക്കിയാൽ അങ്ങനെ വീടൊന്നും കാണാൻ കൊള്ളത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യണം.
ഇതിനു മുമ്പ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കട്ടെ, കാരണം ഞാൻ ഇതുവരെ ഒരു തമ്മിനേൽ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ വീട് എങ്ങനെ ഇരിക്കുന്നു ഗൈസ്, കൊട്ടാരം കണക്കുള്ള വീടാണ്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീൽ ചെയ്യണം. ഞാൻ മിക്കവാറും തോണ്ട് ഏതെങ്കിലും ഒരു സൈഡിലത്തെ ഒരു വിൻഡോ ഒഴിവാക്കും, കാരണം എനിക്ക് ഇതുകൊണ്ട് മിക്കവാറും ഞാൻ ഈ സൈഡിലത്തെ വിൻഡോ ഒന്ന് ഒഴിവാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും കാണാം. പീസ് ഔട്ട്, ബൈ ബൈ.